മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇന്നും രാവിലെ തന്നെ പൊരിഞ്ഞ അടിയാണ് നടന്നത്. ആഹാരത്തിൻ്റെ പേരിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇതുവരെ ഒരു സീസണിലും ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ പേരിൽ ഇത്രയും അടി നടന്നിട്ടില്ല. ഒരു പരിധി വരെ ഇതിന് നിവിൻ തന്നെയാണ് പ്രധാന കാരണം. എന്തായാലും രാവിലെ തന്നെ നൂറയും അക്ബറും ആര്യനും തമ്മിൽ വലിയൊരു വഴക്ക് തന്നെയാണ് കിച്ചണിൽ നടന്നത്. ഈ സമയത്ത് നൂറയ്ക്ക് സപ്പോർട്ടായി അനുമോളും കിച്ചണിൽ വന്നിരുന്നു. എന്നിട്ട് അനുമോള് നൂറയുടെ കയ്യിൽ നിന്നും ആ തൈരൊക്കെ വാങ്ങിച്ച് പോക്കറ്റിൽ ഇടുന്നുണ്ടായിരുന്നു. അത് കണ്ട അക്ബർ അനുമോളുടെ അപ്പന് വിളിച്ചിരിക്കുകയാണ്. അതായത് നിന്റെ ബാപ്പ എന്ന് പറഞ്ഞു. അക്ബർ ആരും കേൾക്കാതെ ചുണ്ടനക്കിയാണ് അനുമോളോട് പറഞ്ഞത്. പക്ഷേ ഇത് അനീഷ് കണ്ടിരുന്നു. അനീഷ് ഇപ്പോൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ്. അക്ബർ അങ്ങനെ ചെയ്തത് ശരിയായില്ല. പെൺകുട്ടികളെ ബഹുമാനിക്കാൻ പഠിക്കണം. ആരും കേൾക്കാത്ത രീതിയിൽ അങ്ങനെ വിളിച്ചാൽ ആരും കാണില്ല എന്ന് കരുതിയോ? ക്യാമറയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഉടനെ അക്ബർ പറയുന്നത്, അനീഷേട്ടൻ എന്താ അനുമോളുടെ ചുണ്ട് നോക്കിയില്ലേ? അനുമോളും എന്നെ തിരിച്ച് എൻ്റെ ബാപ്പയ്ക്ക് വിളിച്ചല്ലോ എന്ന്. അപ്പോൾ അനുമോള് പറയുന്നത്, പിന്നെ നീയൊക്കെ എൻ്റെ അപ്പന് വിളിക്കുമ്പോൾ ഞാനത് കേട്ടോണ്ടിരിക്കണോ? നീയൊക്കെ എന്ത് പറഞ്ഞാലും കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരെ ഇതിനു മുൻപ് കണ്ടിട്ടുള്ളൂ. പക്ഷേ ഞാൻ അങ്ങനെ കേട്ടോണ്ടിരുന്ന് വീട്ടിൽ പോകാൻ വേണ്ടി വന്നതല്ല. നീ എൻ്റെ ബാപ്പയ്ക്ക് വിളിച്ചു, ഞാൻ തിരിച്ച് നിന്റെ ബാപ്പ എന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്താണ് തെറ്റ്? അപ്പോഴും അനീഷ് പറയുന്നത്, ഞാൻ അക്ബർ വിളിക്കുന്നതാണ് കണ്ടത്. അക്ബറാണ് ആദ്യം തുടങ്ങിയത്. അപ്പോൾ അക്ബറിന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. അക്ബർ അനുമോളോട് മാപ്പ് പറയണം. ഇതുവരെ ഒരു സോറി പോലും അക്ബർ അനുമോളോട് പറഞ്ഞിട്ടില്ലല്ലോ. ഉടനെ അക്ബർ പറയുന്നത്, അനുമോള് സോറി പറയട്ടെ, എങ്കിൽ ഞാൻ സോറി പറയാമെന്നാണ്. ഞങ്ങൾ ചെയ്യുന്നത് മാത്രമാണ് ഇവിടെ തെറ്റ്. ഞങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ മാത്രം എല്ലാവരും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. എന്തായാലും 3 ക്യാപ്റ്റന്മാരെയും എല്ലാവരും ചേർന്ന് തേച്ചൊട്ടിച്ചിരിക്കുകയാണ്. 3 ക്യാപ്റ്റന്മാർക്കും പുല്ലുവിലയാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. എന്തായാലും ഇതിനെക്കുറിച്ച് വലിയൊരു ചർച്ച തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ നടക്കുമെന്ന് കരുതാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.